On water issue with a neighbor, we are ready to talk to promote trade and also counter terrorism. पाकिस्तान को आतंक की बीमारी से मुक्त करने के लिए पाकिस्तान के अवाम को आगे आना होगा, पाकिस्तान के नौजवानों को आगे आना होगा. നമസ്കാരം. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഭീകരവാദം, ജലം, വ്യാപാരം ഈ വിഷയങ്ങളിൽ ചർച്ചയ്ക്കുള്ള സന്നദ്ധതയാണ് പാക് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രകോപനങ്ങൾ തുടരുന്ന പാകിസ്ഥാന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഭീഷണിയായി തുടരുമ്പോഴാണ് അതുൾപ്പെടെ ചർച്ചയാകാമെന്ന നിർദ്ദേശം മുന്നോട്ടുവയ്ക്കുന്നത്. പാക് പ്രധാനമന്ത്രിക്കായിരുന്നില്ല, പാകിസ്ഥാനിലെ ജനങ്ങളോടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസാരിച്ചത്. പാകിസ്ഥാനെ ഗ്രസിച്ചിട്ടുള്ള ഭീകരവാദത്തെ ചികിത്സിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്ന് മോദി പറഞ്ഞു. ഭീകരവാദത്തിൽ നിന്ന് ജനങ്ങൾ എന്ത് നേടി? ഇന്ത്യ ലോക സാമ്പത്തിക ശക്തികളിൽ 4ാമതെത്തി. പാകിസ്ഥാൻ എവിടെയെന്നും മോദി ചോദിച്ചു. ഭീകരപ്രവർത്തനത്തെ താലോലിച്ചും ചാരപ്രവർത്തനത്തിന് തോക്കേന്തി സുരക്ഷ ഉറപ്പാക്കിയും ഇന്ത്യയോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് പാകിസ്ഥാനോട് പൊറുക്കാൻ സമയമായോ? ചർച്ചയ്ക്കുള്ള പാകിസ്ഥാന്റെ സന്നദ്ധത ആത്മാർത്ഥതയുള്ളതാണോ? ചർച്ചയും ചാരപ്പണിയും ഒരുമിച്ച് നടക്കുമോ? ഈ വിഷയം നമ്മൾ പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ കേണൽ ഡിന്നി, ശ്രീ PJ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ PM നാരായണൻ മാധ്യമപ്രവർത്തകൻ, ശ്രീ MS വേണുഗോപാൽ വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, വീണ്ടും ചർച്ചയ്ക്കുള്ളൊരു സന്നദ്ധത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇന്ത്യ ചർച്ച ഏതൊക്കെ വിഷയങ്ങളിൽ എന്നത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമല്ല എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ആവർത്തിച്ച് ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്? ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല. പാകിസ്ഥാന്റെ നിവൃത്തികേട് കൊണ്ടാണ്. പാകിസ്ഥാൻ ലോക ജനതയുടെ മുൻപിൽ നാണം കെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു റൗഡി രാഷ്ട്രമാണ്, അല്ലെങ്കിൽ തെമ്മാടി രാഷ്ട്രമാണെന്ന് നമ്മൾ പറഞ്ഞത് ലോകം ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്നു. ടെററിസം അവരുടെ ഒരു വ്യാപാരമാണെന്നും ലോകം അംഗീകരിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ആയുധം അണുവായുധമല്ല. അവർ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ടെററിസമാണ്. രണ്ടാമത്തെ ആയുധം നുണയാണ്. മൂന്നാമത്തേത് ചാരപ്പണിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം പാകിസ്ഥാനിലെ ജനങ്ങൾ പൊറുതി മുട്ടി നിൽക്കുകയാണ്. നിത്യനിദാന ചെലവുകൾക്ക് നിവൃത്തിയില്ലാതെ പാകിസ്ഥാൻ ജനത നിൽക്കുന്നു. പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോടും പാകിസ്ഥാൻ ആർമിയോടും പാകിസ്ഥാൻ കോടതികളോടും എല്ലാം പാകിസ്ഥാനിലെ പോലീസിനോടുമൊക്കെ അതിഭയങ്കരമായ പകയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യയുമായിട്ട് ഒരു ചർച്ച ആവശ്യമാണ്. പ്രത്യേകിച്ച് നദീജലത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ചർച്ച ആവശ്യമാണ്. എന്തെങ്കിലും ട്രേഡ്, അത്യാവശ്യമായ ട്രേഡ് നടത്തി കുറച്ച് സാമ്പത്തികമായ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതിനും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർ ഇപ്പോൾ ഒരു കള്ളത്തരം പറഞ്ഞൊരു ട്രേഡിന് വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ അതിനൊന്നും കീഴടങ്ങിയില്ല. ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച 2 വിഷയങ്ങളിലേ ഉള്ളൂ. ഒന്ന് ടെററിസമാണ്, രണ്ടാമത്തേത് POK ആണ്. ഈ 2 വിഷയങ്ങളിലല്ലാതെ ഇന്ത്യക്കൊരു ചർച്ച ഇല്ല. അപ്പോൾ അവർ ഇൻ്റർനാഷണലി ഈ വിഷയം കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. കാശ്മീർ അടക്കമുള്ള അവർക്ക് കാശ്മീർ ഒരു വിഷയമാണ്, ജലം വേറൊരു വിഷയമാണ്. അതുപോലെ തന്നെ ടെററിസം അവർ കൂടെ പറയുന്നെങ്കിലും ട്രേഡും അവർക്കൊരു വിഷയമായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രത്യാശ പാകിസ്ഥാനിലെ ജനതയ്ക്ക് ഉണ്ടാക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം പാകിസ്ഥാനിലെ ജനത വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു, പാകിസ്ഥാനിലെ ഗവൺമെൻറ്റും പാകിസ്ഥാനിലെ ആർമിയും ഇന്ത്യയുമായി പോരിടുന്നത് ആ രാഷ്ട്രത്തിന് നല്ലതല്ല എന്ന് മനസ്സിലായിരിക്കുന്നു. അവിടുത്തെ പല പട്ടാള ഉദ്യോഗസ്ഥരും രാജിവെച്ച് പോവുകയാണ്. കാരണം ഈ പരിപാടി നടത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ ജീവന് വരെ അപകടത്തിലാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 10,000-ഓളം പട്ടാള ഉദ്യോഗസ്ഥന്മാർ, ടോപ്പ് ലെവലും മിഡിൽ ലെവലുമായ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് പാകിസ്ഥാനിൽ സൂക്ഷിച്ച് ജീവിക്കുന്നത്. 25 കോടിയോളം വരുന്ന പാകിസ്ഥാൻ ജനത നിത്യദിനാന ചെലവുകൾക്ക് നിവൃത്തിയില്ലാത്ത വിധത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് പല കർഷകരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. സിന്ധ് പ്രവിശ്യയിൽ വെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമായി. അവിടെ അതിന് പ്രക്ഷോഭം നടക്കുന്നു. ഒപ്പം സിന്ധ് പ്രവിശ്യ മോചനം കിട്ടണമെന്ന് നടക്കുന്നു. ബലൂചിസ്ഥാൻ മറ്റൊരു പ്രശ്നം നടക്കുന്നു. അപ്പോൾ അവർക്ക് ഉള്ളിലുള്ള പ്രശ്നം, ആ നാണയത്തിൻ്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് പാകിസ്ഥാന് ആഭ്യന്തരമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാന്
നമ്മുടെ ഡിപ്ലോമാറ്റിക് പിന്നെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ നമ്മുടെ ടോക്സും കാരണം പാകിസ്ഥാൻ അന്തർദേശീയമായിട്ട് നിലനിൽപ്പില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പാകിസ്ഥാനോട് ഇപ്പോൾ ആകെ സ്നേഹം കാണിക്കുന്നത് തുർക്കി മാത്രമാണ്. ചൈന പോലും ഒരു ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനെ കളിപ്പിച്ച് കാര്യം സാധിക്കുക എന്നുള്ളത് മാത്രമായി ചൈന മാറിയിരിക്കുന്നു. ചൈനയുടെ ഈ കളിയിൽ പാകിസ്ഥാൻ അതിർത്തിയുമുണ്ട്. പക്ഷേ എന്തു ചെയ്യാം, ഈ വലിയ പൂച്ചയുടെ മുമ്പിൽ ഈ എലി ചെന്ന് പെട്ടുപോയി. അപ്പോൾ അങ്ങനെ വിഷമത്തിലായിരിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് ഒരു ചർച്ച ഉണ്ടാക്കി വയ്ക്കേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരാവശ്യമാണ്. ആഭ്യന്തരമായി നമ്മൾ അങ്ങനെ ചർച്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും ഒരു പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ടത് ആവശ്യമായിരിക്കും വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വ്യാജ ചർച്ചകൾക്കും പിന്നെ വെറും പിന്നെ പുറംപോടി കാണിക്കുന്ന പ്രഹസനങ്ങൾക്കും തയ്യാറല്ലെന്നും ശരിയായ ചർച്ച രണ്ട് കാര്യങ്ങളിലേ ഉള്ളൂ. അത് നിങ്ങൾ കഴിഞ്ഞ 75 വർഷത്തിലധികമായി തുടരുന്ന പിന്നെ ടെററിസമാണ്. ഇപ്പോൾ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ആദ്യത്തെ ടെററിസം എന്ന് പറയുന്നത് 47-ൽ കാശ്മീർ ആക്രമിച്ചത് ഒന്നാം ടെററിസം അന്നാണ് തുടങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ ഈ കഴിഞ്ഞ പഹൽഗാമിൽ നടന്ന ഏപ്രിലിൽ നടന്ന അറ്റാക്ക് വരെയുള്ളത് മുഴുവൻ നിങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ ചോര പൊടിക്കുന്ന പ്രക്രിയയായിരുന്നു. ചോര പൊടിക്കുന്നവന് വെള്ളം കൊടുക്കില്ല, ചോര പൊടിക്കുന്നവനുമായിട്ട് കച്ചവടമില്ല, ചോര പൊടിക്കുന്നവനുമായിട്ട് യാതൊരുവിധ സന്ധിയുമില്ല. സന്ധി വേണോ, നിങ്ങൾ ടെററിസം എന്ന ആയുധം കീഴവയ്ക്കണം, നിങ്ങൾ നുണപ്രചരണം നിർത്തണം, നിങ്ങൾ ചാരപ്പണി നിർത്തണം. ഇതാണ് ഇന്ത്യ. തീർച്ചയായും അങ്ങനെ ഒരു ശക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ PM നാരായണൻ, ഇവിടെ ഇപ്പോൾ ആവർത്തിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചർച്ചയ്ക്കുള്ള സന്നദ്ധത അവർ അറിയിക്കുകയാണ്. അതും ഈ ഭീകരാക്രമണം അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിനെ തൊട്ടടുത്ത് തന്നെ അത്തരം ആവശ്യം ചർച്ചയിലേക്ക് വരൂ എന്ന ആവശ്യം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. നേരത്തെ ചർച്ച എന്നത് ഇന്ത്യ ആദ്യവും പ്രധാനവുമായി മുന്നോട്ട് വെച്ചിരുന്ന വിഷയമാണ് ചർച്ച എന്നത്. പക്ഷേ അതിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുണ്ടാകുമ്പോഴും ഇന്ത്യ കൃത്യമായി പ്രതികരിക്കുന്നില്ല എന്നതുകൂടിയുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഒരു വ്യക്തത വരാതെ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉറപ്പില്ലാതെ ചർച്ചയില്ല എന്ന ഈ നിലപാട് ഇന്ത്യയെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകാൻ ഉള്ളതാണോ? അതാണോ അതിന്റെ ശരിയായ രീതി? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഇന്ത്യയുടെ മറുപടിയുടെ ഒരു പാക്കേജ് വളരെ മാറിയിട്ടുണ്ട് കഴിഞ്ഞൊരു 20 വർഷത്തിനുള്ളിൽ. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ഇതിലും കാണുന്നത്. ചർച്ച ചെയ്യാം, പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് കാശ്മീരിനെ കുറിച്ചും ടെററിസത്തെ കുറിച്ച് മാത്രമാണ്, വേറെ ചർച്ചകളൊന്നുമില്ല. ഇത് വളരെ വ്യക്തമാണ്, ഭാഷ വ്യക്തമാണ്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോട് ചർച്ച ചെയ്യുക എന്നത് അവരുടെ മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ഒരു മറയാണ്. ഉദാഹരണമായിട്ട് പറയാം, ഞാൻ 1999 കാർഗിൽ യുദ്ധത്തിന് ശേഷം അവിടെ പർവേസ് മുഷറഫ് കയറി വന്നപ്പം അദ്ദേഹത്തിന് ഒരു ലെജിറ്റിമസി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ആഗ്രയിൽ വന്നിട്ട് ഇന്ത്യയുമായി ചർച്ച ചെയ്തത്. അന്ന് റെഡ് കാർപ്പറ്റ് നിർത്തി അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇന്ത്യയിൽ മുഴുവൻ ഒരു ചർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗാൻഡ അതിന് കൊടുക്കുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തിന് പാകിസ്ഥാനിലും ലോകത്തിലും ഒരു ലെജിറ്റിമസി കിട്ടുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനിലെ പല നേതാക്കൾക്കും, അതായത് സിവിലിയൻ ഗവൺമെന്റിന്റെ നേതാക്കൾക്ക് ഈ ചർച്ച കൊണ്ട് പലപ്പോഴും പല ഗുണങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് ലോകത്തിന്റെ ഒരു അംഗീകാരം, ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്തോട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിന്റെ അംഗീകാരത്തിന് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ അതല്ല, പാകിസ്ഥാനോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ഈ നവാസ് ഷെരീഫിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രദറിനോട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരല്ലല്ലോ. കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടെ മിലിറ്ററിയാണ്. മിലിറ്ററി ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. അതുമല്ല, മിലിറ്ററി മാത്രമല്ല, മിലിറ്ററി മുഷറഫ് പറഞ്ഞത് സ്ട്രാറ്റജിക് അസറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത്? ടെററിസ്റ്റിനെ. കാർഗിൽ വാറിൽ അവിടെ വന്ന് നമ്മളെ ഇന്ത്യക്ക് വെടിവെച്ചത് അവരുടെ പട്ടാളക്കാരല്ല, അവരുടെ മിലിറ്റൻസ് ആണ്. അവര് പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് അസറ്റ് ആണെന്ന് പാകിസ്ഥാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടേക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ 10, 40, 50 വർഷമായിട്ട് പാകിസ്ഥാനോട് വളരെ മയപ്പെട്ട്, ഒരു ഡെമോക്രാറ്റിക്, ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട് പ്രതികരിക്കാൻ. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. 2001 പാർലമെന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രതികരിച്ചത്. നമ്മൾ ഡോസിയർ കൊടുക്കുകയായിരുന്നു. 2008 ബോംബെ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് പ്രതികരിച്ചത്. പക്ഷെ ഇപ്പം അതിന്റെ ഒരു ക്രമാനുഗതമായ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ PM നാരായണൻ, താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള പരിമിതികളുള്ള രാഷ്ട്രമാണ്. ലോക രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ
സ്ഥാനവും അങ്ങനെ രൂപകൽപ്പന ചെയ്തതാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രം ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തി അതിന് നമ്മൾ തക്കതായ മറുപടി നൽകി, അതിനുശേഷം അവർ ചർച്ചയ്ക്കുള്ള സന്നദ്ധത ആവർത്തിച്ചു വെക്കുമ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാഷ്ട്രത്തിന് അതിനോട് നോ എന്നത് എത്ര തവണ പറയാൻ കഴിയും? എത്ര നാൾ അങ്ങനെ അതില്ലാതെ, കൃത്യമായ ഉറപ്പില്ലാതെ, ചർച്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് കഴിയും? ഇല്ല, അതായത് ഡിപ്ലോമസിയിൽ പലതരത്തിലുള്ള ചർച്ചകളും പല ഘട്ടങ്ങളിലും നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ ഇന്ത്യ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ യെസ് വി ആർ റെഡി ഫോർ ഡിസ്കഷൻ. അതിനെന്താണ് ഡിസ്കഷൻ ആണെങ്കിൽ, കാശ്മീർ ആണെങ്കിൽ, ടെററിസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഡിസ്കഷൻ തരികയാണ്. ഈ കാര്യത്തിലാണ് പാകിസ്ഥാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യ റെഡിയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഇന്ത്യ തൽക്കാലം റെഡിയല്ല എന്നുള്ളത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വലിയ പ്രതിസന്ധി ആ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇത് നമ്മളൊന്നും ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്നവർക്കും മറ്റുള്ളവർക്കും അറിയാത്ത കാര്യമാണ്. മൊത്തം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖല മുഴുവൻ വളരെ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അഫ്ഗാനിസ്ഥാനായിട്ട് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഈ പഞ്ചാബും സിന്ധും തമ്മിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ കൺട്രി ഈസ് ഇൻ എ ബിഗ് പ്രോബ്ലത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഈ ഒരു സിവിലിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഇസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാർട്ട് എ ഡിസ്കഷൻ വിത്ത് ഇന്ത്യ. ആ കോണ്ടെക്സ്റ്റിലാണ് ഇപ്പൊ ചർച്ച ചെയ്യാം എന്നുള്ളത് പറയുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ചർച്ച കൊണ്ടൊന്നും ഈ ടെററിസം എന്ന ഒരു സംഗതി, ഇന്ത്യ അനുഭവിക്കുന്ന ടെററിസം എന്ന സംഗതി കൊണ്ട് ഒരു ഫലവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് നമ്മളുടെ അനുഭവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെരീഫിന്റെ മകളുടെ കല്യാണത്തിന് പോയി ഡിസംബർ 25-ാം തീയതി അതാണ് പോയത്. അതായത് 2015 ഡിസംബർ 25-ാം തീയതി പോവുകയും ആ 7 ദിവസത്തിനകത്താണ് നമ്മൾ ഇവിടെ പത്താൻകോട്ട് ആക്രമണം ഉണ്ടായതും. എന്ത് തരത്തിലുള്ള കൺട്രോളാണ് സിവിലിയൻ ഗവൺമെന്റ് പട്ടാളത്തിന്റെ മേലെയും അല്ലെങ്കിൽ മിലിറ്ററിന്റെ മേലെയും ഉള്ളത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്നുള്ളത് വളരെ പ്രഹസനമാണ്. തൽക്കാലം ചർച്ചകളില്ല. ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് കാശ്മീരിന് മേലെയോ അല്ലെങ്കിൽ ടെററിസ്റ്റിന് മേലെയോ ആവാം. അതല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഒരു ചർച്ചയും ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ഇപ്പോൾ ചർച്ചയ്ക്കുള്ള സന്നദ്ധത മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അല്ല എങ്കിൽ തത്തുല്യമായ മറുപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന ഒരു ഭീഷണി കൂടി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ചർച്ചയ്ക്ക് തയ്യാറായാൽ പാകിസ്ഥാൻ എങ്ങനെ സമാധാനത്തിനെ ആഗ്രഹിക്കുന്ന രാജ്യമാണ് എന്ന് കാണിച്ചു തരാമെന്ന് കൂടി പറയുന്നുണ്ട്. സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയതാണോ പാകിസ്ഥാനെ ഇത്രമേൽ അസ്വസ്ഥമാക്കുന്നത്? നേരത്തെ PM നാരായണൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആഭ്യന്തരമായ നിരവധി വിഷയങ്ങൾ ഉണ്ട്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഇന്ത്യ വാക്ക് മാത്രമല്ല, അവിടെ പലതരത്തിൽ ജലയുദ്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെതായുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്കത് ബോധ്യമുള്ളതാണ്. അപ്പോൾ ഈ നിലയിൽ ഇത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന വലിയ പ്രതിസന്ധി, പ്രത്യാഘാതം അവർ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ വലിയ രീതിയിൽ പാനിക്കാകുന്ന സിറ്റുവേഷൻ ഉണ്ട്. ജലം അത്രമേൽ പ്രധാനമാണ് പാകിസ്ഥാന്റെ മേഖലകളെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു നയതന്ത്രം ഇന്ത്യ, ജലതന്ത്രം ഇന്ത്യ സ്വീകരിച്ചതാണോ പാകിസ്ഥാനെ വളരെ വേഗം ഒരു ടോക്കിംഗ് ടേബിളിലേക്ക് എത്തിക്കാൻ ഈ രീതിയിൽ പ്രേരിപ്പിക്കുന്നത്? വളരെ ശരിയാണ്. ഇന്ത്യ എടുത്ത ഈ വാട്ടർ വാർ അല്ലെങ്കിൽ ജലയുദ്ധം ആണ് പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ഇത്ര ഒരു കടുത്ത തീരുമാനമെടുക്കുമെന്ന് പാകിസ്ഥാൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മളെന്നും ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെന്നും മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നഷ്ടം സഹിച്ച് ഇങ്ങനെ അടി കൊണ്ടുകൊണ്ടിരിക്കും എന്നൊക്കെയാണ് പാകിസ്ഥാൻ വളരെ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള അനുഭവം. അവർക്ക് ആ അനുഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നദീജല കരാറിൻ്റെ നമ്മളൊരു ഡാം അവിടെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഒരല്പം ജലം ഒന്ന് മാറ്റി വിടുമ്പോൾ പോലും പാകിസ്ഥാൻ മീശ പിരിക്കുമ്പോൾ ഇന്ത്യ അനുവദിച്ചു കൊടുത്ത സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ ഇവിടെ വന്നത് അവരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കാരണം ഇങ്ങനെ ഒരു വൈതരണി വരുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് ചില്ലറയല്ല എന്ന് മാത്രമല്ല, ഇതുപോലെ നിലനിന്നാൽ പാകിസ്ഥാന് ഇന്ത്യ എന്ന രാജ്യം ഉള്ളിടത്തോളം കാലം ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ ബ്രഹ്മോസോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഈ ജലക്കരാർ തന്നെയായിരിക്കും, ഈ ജലം തന്നെയായിരിക്കും. ഈ ജലം സിന്ധിലേക്ക് ഒഴുകിയില്ലെങ്കിൽ സിന്ധിൽ ഉണ്ടാകാൻ പോകുന്നത് കർഷക പ്രക്ഷോഭമായിരിക്കും. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറില്ലേ ജയ് ജവാൻ ജയ് കിസാൻ എന്ന്. അവിടെ ജവാൻ ആകെ വെട്ടിലായി നിൽക്കുകയാണ്. ജവാൻ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിയുന്ന അവസ്ഥ. ജവാൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലീഡർഷിപ്പ് അല്ല, താഴത്തെ ലെവലിലുള്ള പട്ടാളക്കാർ മുഴുവൻ
മിഡിൽ ലെവൽ ഓഫീസർമാർ മൊത്തം ഇപ്പോൾ നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫിൻ്റെ സർക്കാരിനെതിരാണ്, അസിം മുനീറിൻ്റെ ലീഡർഷിപ്പിനെതിരാണ്. അതവർ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെ നിൽക്കുകയാണ്. അതിന് പുറമെ കർഷകരും കൂടെ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ സിന്ധിൽ തുടങ്ങിക്കഴിഞ്ഞു. സിന്ധിലെ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം അതാണ്. സിന്ധിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇനി കൃഷി ചെയ്യാൻ പറ്റാതാവും. ആകെ സിന്ധിൽ നിന്നാണ് അവരുടെ ഏതാണ്ട് 80 90% എന്നാണ് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ പോകുന്നത് സിന്ധിൽ നിന്നാണ്. കാരണം സിന്ധു നദീതടം എന്ന് പറയുന്നത് പോലെ ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശം ലോകത്ത് തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വെള്ളം കിട്ടാതായാൽ പിന്നെ എന്താ വരിക? അപ്പോൾ ഇന്ത്യ അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിൽ അവരുടെ വാട്ടർ സപ്ലൈ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് വരുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്, ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഇതിനെയൊക്കെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇതിനെയൊക്കെ നേരിടണമെങ്കിൽ പാകിസ്ഥാൻ്റെ ആർമി പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരെ തിരിയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ ബലൂചിസ്ഥാനിലും ഒക്കെ നടന്നതുപോലെ സിന്ധിലും ഒരു അറ്റാക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്കാണ്, സിന്ധിലെ ജനതയെ പാകിസ്ഥാൻ ആർമി വന്ന് അറ്റാക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് അവിടുത്തെ പ്രക്ഷോഭം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ ചെയ്യാൻ പോകുന്നത് ഇത് ദേശവിരുദ്ധമായ പ്രക്ഷോഭങ്ങളാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ജലത്തിനും അവരുടെ ധാതുക്കൾ ചൂഷണം ചെയ്യുന്നതിനും അവരുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനും അത് പഞ്ചാബിലേക്കും മറ്റും അവിടുത്തെ പഞ്ചാബിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിനും അവിടുത്തെ അങ്ങനത്തെ കുറേ കുത്തകകൾ വളരുന്നതിനും പാവപ്പെട്ട പാകിസ്ഥാനികൾ കിടന്ന് കഷ്ടപ്പെടുന്നതിനും ഒക്കെ ഉള്ള മറുപടിയാണ് സിന്ധിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം. ആ പ്രക്ഷോഭം രൂക്ഷമായി തന്നെ വരും. അതുപോലെ തന്നെ പസ്തൂൺ, ഇവിടെ മുൻ പാനലിസ്റ്റ് പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ്റെ ബോർഡറിൽ വളരെ രൂക്ഷമായ അവസ്ഥയാണ് നിൽക്കുന്നത്. ഈ 3 പ്രവിശ്യകൾ അവർക്ക് തലവേദനയായി നിൽക്കുകയാണ്. ആ തലവേദനയിൽ നിന്ന് അവർക്ക് ഊരാൻ പറ്റില്ല. അതിനാണിപ്പോൾ ഒരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച ഇന്ത്യയുമായിട്ട് വെക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ അവർക്ക് കാണിക്കണം, ഈ നദീജല പ്രശ്നം അവർ UN ഉൾപ്പെടെ കൊണ്ടിട്ടു. അപ്പോൾ UN നമ്മുടെ പ്രതിനിധി പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ രക്തം ഊറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് വെള്ളം തരാൻ പറ്റും? ആദ്യം നിങ്ങൾ ടെററിസത്തിന് വേണ്ടി ടെററിസത്തിൻ്റെ നിങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ച നമുക്ക് തുടങ്ങാം. ആ ചർച്ചയാണ് നമുക്ക് പ്രധാനം, അല്ലാതെ നിങ്ങളുടെ ജലക്കരാറല്ല. ജലവും രക്തവും ഒന്നിച്ചൊഴുക്കുന്ന പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞു. ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ല, ട്രേഡും ടെററിസവും ഒന്നിച്ച് നടക്കില്ല എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യം തന്നെ അതാണ്, ചാരവൃത്തിയും ചർച്ചയും ഒരുമിച്ച് നടക്കുമോ എന്നതാണ്. ഇപ്പോൾ കേണൽ ഡിന്നി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കേണൽ ഡിന്നി, ഈ പാകിസ്ഥാന്റെ തെരുവിൽ ഇന്ത്യൻ വ്ളോഗറായ യുവതി AK-47 ഉൾപ്പെടെ തോക്കേന്തിയ ആയുധധാരികളുടെ സുരക്ഷയിൽ നടന്നു നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇത്രയധികം സുരക്ഷയൊരുക്കാൻ ആരൊക്കെ പിന്നിലുണ്ടായിരുന്നു? ആരുടെ അതിഥിയായിരുന്നു അവർ? എന്താണ് അവർക്ക് വേണ്ടി ജ്യോതി മൽഹോത്ര എന്ന ബ്ലോഗർ ചെയ്തത് എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. അതോടൊപ്പം തന്നെ ഒരു CRPF ASI കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരിക്കുന്നു. അതും ചാരപ്രവൃത്തിയാണ്. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ ചാരന്മാരാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്കുള്ള സന്നദ്ധത പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെ എത്ര വലിയ കണ്ണികൾ എന്നതൊരു വലിയ ആശങ്കയാണോ? ചാരപ്രവൃത്തി ഇന്ത്യയെ സംബന്ധിച്ചൊരു ഭീഷണിയായി മാറുന്നുണ്ടോ? നമുക്ക് മേഡം, ഈ ചാരപ്രവൃത്തി പാകിസ്ഥാനെ സംബന്ധിച്ചോളം ആദ്യമായിട്ടല്ല അവർ ചെയ്യുന്നത്. അവർ 1947 തൊട്ട് 1947 തൊട്ടേ അവർ ഭാരതത്തിനുള്ളിൽ നടക്കുന്ന ഓരോ കാര്യത്തിനെ കുറിച്ച് അറിയാനും ചാരമാരെയും ചാരപ്രവൃത്തിയൊക്കെ അവർ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു വ്ളോഗറായാലും ശരി, ഇപ്പം CRPFന്റെ അല്ലെങ്കിൽ BSFന്റെ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെയൊക്കെ പിടിക്കുന്നെന്ന് വെച്ച് നമ്മൾ അറിയുമ്പോൾ ഒരു ഡിഫൻസിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് വലിയ അതിശയം തോന്നുന്നില്ല. കാരണം അത് അവർ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അത് ഒരു എന്താ പറയുക, പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് അവർ എപ്പോഴും കരുതുന്നത് അവരുടെ ISI ആണ്. ISI ആണ് അവരുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്നുള്ളത്. അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു നല്ലൊരു ഇന്റലിജൻസ് ഏജൻസി അവർക്ക് തോന്നുന്നു. അപ്പൊ അത് കാരണം അവർ ഈ ദൂരത്തെ ചാരപ്രവർത്തനം നടത്താനും ഭാരതത്തിനുള്ളിൽ ധാരാളം ഭീകരവാദ പ്രവർത്തനം നടത്താനും ഭാരതത്തിന് 1000 മുറിവുകൾ ഏൽപ്പിക്കാനും അങ്ങനെ അതുപോലെ തന്നെ മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ ലോകത്തെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കാനും പാകിസ്ഥാൻ എന്തൊക്കെയാണെന്നുള്ള സംഭവം ലോകത്തെ മൊത്തം കാണിക്കാനും ഒക്കെ ഉള്ള അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഈ ISI. അപ്പൊ അവരുടെ തന്നെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ ഇപ്പൊ നോക്കൂ, ആ ബ്ലോഗറിനെ ഒരു 7-8 പേര് അവർ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിട്ട് പോകുന്നത്, അത് ആ സ്കോട്ട്ലൻഡിലുള്ള ആ മറ്റേ ബ്ലോഗർ ക്ലിയർ ആയിട്ട് അന്ന് പറയുന്നു,
എന്തിനാണ് ഇത്രയും ഒക്കെ അറിയുന്നില്ല. അതായത് ഈ സ്കോട്ടിഷ് ആള് വളരെ സമാധാനം എന്ന് കാണിക്കുമ്പോൾ തന്നെയാണ് ഈ ഇന്ത്യൻ ബ്ലോഗറിന്റെ 7-8 പേര് AK-47 പിടിച്ചിട്ട് പോകുന്നത്. അതിന്റെ അർത്ഥം ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് രണ്ട് അസസ്മെന്റ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ വ്ളോഗറിന് ഇന്ത്യയിലും പിന്നീട് പാകിസ്ഥാൻ എംബസിയിലൊക്കെ പോയപ്പോഴും അവരൊരു VIP എന്നുള്ള രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു. അപ്പം സാധാരണ പലർക്കും അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്, അതായത് കുറച്ചൊരു ഇമ്പോർട്ടൻസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്കൊരു ഒരു ഫീല് കിട്ടുമല്ലോ. അതുകൂടാതെ ധാരാളം പൈസയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ അവരൊരു VIP ആണെന്നുള്ള ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ISIലെ അംഗങ്ങളുമായിട്ടാണ് താൻ സംവദിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും ഈ യുവതി ആ ബന്ധം തുടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പെട്ടുപോവുകയോ അതറിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ഭയപ്പാടോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ ആ രീതിയിൽ അവർ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ അവരെ സ്വാധീനിക്കാൻ അവിടുത്തെ ഏതൊക്കെ ശക്തികൾ പ്രവർത്തിച്ചോ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഇത് അവരെ ആദ്യം ട്രാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അവർ ആദ്യമായിട്ട് പാകിസ്ഥാൻ എംബസിയിലാണ് പോയത്, പാകിസ്ഥാനിൽ വിസ എടുക്കാൻ പോയി, അവിടെ ഒരു സ്റ്റാഫിനെ പരിചയപ്പെട്ടു, പിന്നെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പിന്നീട് പല നമ്മൾ സ്റ്റോറീസ് കേട്ടിരുന്നല്ലോ. അപ്പം ഇതിന്റെ ഒരു ചാരപ്രവൃത്തിയുടെ ലോകത്തെ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ ഒരു റോൾ റിവേഴ്സൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹണി ട്രാപ്പ് സാധാരണ ജനറൽ അല്ലെ മെയിൽസിനെയാണ് കരുതി, ഇവിടെ ഒരു ലേഡിയാണ് അതിനകത്ത് ട്രാപ്പായി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ അവര് ഈ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തത് രണ്ട് കാര്യങ്ങൾ. ഒന്നി അവർക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ അവർക്കൊരു ആ ഒരു രീതിയിലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത് എവിടെയോ ഞാൻ അതിനകത്തൊരു എലിമെന്റ് ഉള്ളത്, ഭാരതത്തിന്റെ ഏജൻസീസിന് ഇവരെ കുറിച്ച് ഒരു അറിവ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതി. അതായത് നാച്ചുറലി ഭാരതത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരെ ഭാരതവും അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ അവരെ എന്താ പറയുക, ആ രീതിയിൽ വേണമല്ലോ അവരും അങ്ങോട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ ആ രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും കൊണ്ടാവാം അങ്ങനത്തെ രീതിയിൽ പോയത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കാരണവശാലും ഇതിനകത്ത് വലിയ സർപ്രൈസ് കാണേണ്ട കാര്യമില്ല. നമ്മളെ ചുറ്റുപാടും, അത് കേരളത്തിലായാലും ശരി വേറെ എവിടെ ആയാലും ശരി, ധാരാളം സ്ലീപ്പർ സെൽസ് ഉണ്ട്. ധാരാളം ആളുകൾ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സൈന്യം എവിടെ പോകുന്നത്, നമ്മളെ ഏതൊക്കെ റോക്കറ്റ്സ് പോകുന്നുണ്ട്, ഏതൊക്കെ ഷിപ്പ് എവിടെ വരുന്നത്, എല്ലാത്തിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ. അതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ വ്ളോഗേഴ്സ് ആണ്. അപ്പൊ അവർ ആക്ച്വൽ വ്ളോഗേഴ്സ് ആണോ അതോ ചാരപ്രവർത്തനം ചെയ്യാണോ എന്നുള്ളത് പിന്നീട് അറിയത്തുള്ളൂ. കാരണം അവരെല്ലാവരും കയ്യിൽ മൊബൈലുണ്ട്, എല്ലാവരും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. ആ കണ്ടന്റിന്റെ ഭാഗമായിട്ട് അവർ കശ്മീർ തൊട്ട് കേരളം വരെ എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്. അതിനകത്ത് സൈനിക കേന്ദ്രങ്ങളും പോകുന്നുണ്ട്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതിന് ഇനി വരും ദിവസങ്ങളിൽ. പക്ഷെ ഒറ്റ കാര്യം കൂടെ ഞാൻ ഈ ഒരു പ്രേക്ഷകർ കാണുന്നത്, ഒരു കാര്യം കൂടെ മാത്രം പറയാം. ഭാരതത്തിനും ഇതേപോലത്തെ അസറ്റ്സ് പാകിസ്ഥാന്റെ ഉള്ളിലുണ്ട്. ഭാരതവും ഇതേപോലുള്ള ഏത് രീതിയിലാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അത് ഭാരതത്തിനും അറിയാം. ഭാരതവും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്നത്. എന്തിന് പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നത ലെവലിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ചീഫും പ്രധാനമന്ത്രിയും ഒക്കെ ആയിട്ട് നടക്കുന്ന അവരുടെ കോൺവെർസേഷൻസ് പോലും, ആ ഇൻഫർമേഷൻ പോലും നമ്മുടെ കയ്യിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്ര വലിയൊരു ആശങ്ക കാണിക്കേണ്ട ആവശ്യമില്ല. അവർ മാത്രമാണ് ഇതിനകത്ത് വലിയ എന്തോ ഒരു വലിയൊരു ഗെയിം കളിക്കാൻ അറിയുന്നവരൊന്നുമല്ല എന്ന് മാത്രം. അത് നമുക്കും ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും അതിന്റെ ഉള്ള ആളുകളും ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാം. ശ്രീ PM നാരായണൻ, താങ്കൾ മാധ്യമ പ്രവർത്തകനാണല്ലോ, ഈ ഇതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളെന്ന നിലയിൽ നമുക്കറിയാം 2019 വലിയ രീതിയിൽ ISI ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഈ രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ 98 ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് നടന്ന നീക്കങ്ങൾ അന്ന് വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോൾ നേരിട്ടുള്ള യുദ്ധം, ടെററിസം പോലെയുള്ള ഭീതിയുടെ യുദ്ധം, അതിനൊപ്പം തന്നെ ചാരപ്പണി, അതും നിർബാധം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രീതിയിലൊക്കെ പല പ്രവർത്തികളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജ്യോതി മൽഹോത്ര അതിനൊപ്പം അറസ്റ്റിലായവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ അതോ വലിയ നെക്സസ് ഇതിന് പിന്നിലുണ്ട് എന്നതാണോ സംശയിക്കേണ്ടത്? ഇതിൽ ഞാൻ നേരത്തെ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ?
കണക്ഷന് പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്നാണ്. പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ നേരത്തെ ഡെന്നി പറഞ്ഞതിനോടാണ് ഈ യോജിക്കുന്നത്. അത് ഇതെല്ലാം രണ്ട് രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലുള്ള കണക്ഷന് പ്രശ്നമുണ്ട്. താങ്കൾ മ്യൂട്ടാണ്. ശ്രീ പി എം നാരായണൻ, താങ്കൾ മ്യൂട്ടാണ്, കേൾക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള ചാരന്മാരെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ട്രാക്ക് ചെയ്യാനും കഴിവ് ഇന്ത്യക്ക്. പക്ഷേ ഈ പാകിസ്ഥാന്റെ കാര്യത്തിലാണ് എനിക്ക് ചേർത്ത് പറയാനുള്ളത്. പാകിസ്ഥാൻ ഒരു കാലത്തും ഇന്ത്യയോട് നേരിട്ട് യുദ്ധം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതായത് 1971 നമുക്കറിയാം പാകിസ്ഥാൻ രണ്ടായി മുറിയുകയാണ് ചെയ്തത്. അന്ന് എടുത്ത തീരുമാനമാണ് പാകിസ്ഥാൻ, നേരിട്ട് യുദ്ധത്തിന്റെ പ്രശ്നമില്ല, നമ്മൾ 1000 വെട്ടുകൾ ഉണ്ടാക്കി ഇന്ത്യയെ ചോരയൊലിക്കാൻ വിടുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പാകിസ്ഥാൻ മാറുകയാണ് ചെയ്തത്. ഇങ്ങനെ വെട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാൻ പരിശീലിപ്പിച്ചെടുത്ത ആളുകളാണ് ഈ തീവ്രവാദികൾ. അതിന് പല ഗ്ലോബൽ സാഹചര്യങ്ങളും അതിന് അനുകൂലമായി വന്നു. അഫ്ഗാനിസ്ഥാനിലുള്ളതും പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ഈ മുജാഹിദീനുകൾ വന്നതും ഇങ്ങനെയുള്ള ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ കൂടി അതിന് അനുകൂലമാകുന്നതോടെ ഈ ഭീകരവാദികളുടെ ഉൽപാദന കേന്ദ്രമായി മാറി പാകിസ്ഥാൻ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഭീകരവാദികളാണ് അഫ്ഗാനിസ്ഥാനിലേക്കും തുടർന്ന് കാശ്മീരിലേക്കും ഇന്ത്യയിലേക്കൊക്കെ വന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചർച്ച വേണമെന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ഭീകരവാദികളായിട്ട് ചർച്ച ചെയ്യാനുള്ള സാധ്യതയില്ല. പിന്നെ സാധ്യതകൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സിവിലിയൻ ഗവൺമെന്റിനാണ്. പാകിസ്ഥാൻ സിവിലിയൻ ഗവൺമെന്റിന് ഇന്ത്യയുമായുള്ള ചർച്ച എന്നത് അവരുടെ ഒരു ഡെസിഗ്നേഷൻ, അവരുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അതിലപ്പുറം അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഭീകരവാദികളെ നിയന്ത്രിക്കാനോ അവരൊക്കെ എന്തെങ്കിലും ചെയ്യാനോ പാകിസ്ഥാനിലെ സിവിലിയൻ ഗവൺമെന്റിന് ഇപ്പൊ തൽക്കാലം കഴിവില്ല. പാകിസ്ഥാനിലെ പട്ടാളത്തെ കുറിച്ചും കൂടി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. അതായത് പാകിസ്ഥാൻ പട്ടാളം നമ്മൾ കൺവെൻഷനലായി കാണുന്നില്ല, ഇന്ത്യൻ പട്ടാളത്തെ പോലെയല്ല. പാകിസ്ഥാൻ പട്ടാളം എന്നത് ഒരു മാഫിയാണ്. അതായത് അവർക്ക് സ്കൂളുകളുണ്ട്, അവർക്ക് റിയൽ എസ്റ്റേറ്റുകളുണ്ട്, അവർക്ക് ഹോട്ടലുകളുണ്ട്. ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് പാകിസ്ഥാൻ പട്ടാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ കീഴിലാണ് പല കാര്യങ്ങളും പാകിസ്ഥാനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിവിലിയൻ സർക്കാരിനോടുള്ള ചർച്ച എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കും മുമ്പ് ഈ വ്ളോഗറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചാരവൃത്തിയിലേർപ്പെട്ട ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കേണൽ ഡിന്നിയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. ശ്രീ ഡിന്നി, താങ്കൾ സൂചിപ്പിച്ചുവല്ലോ, ഇത് അവർ ഇങ്ങോട്ട് മാത്രമല്ല, ചില വിവരങ്ങൾ അറിയാൻ ഇന്ത്യയും സമാനമായ വഴികൾ തേടുമെന്ന്. പക്ഷെ നോക്കൂ, ഇവർ വളരെ കൃത്യമായി ഈ വീഡിയോ എടുത്ത് അവരുടെ തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോയാണ്. ഇതിപ്പോൾ ഈ സ്കോട്ടിഷ് യൂട്യൂബറുടെ വ്ലോഗിലാണ് ഈ അറസ്റ്റും വാർത്തയും ഒക്കെ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽപ്പെട്ട് ഇപ്പോൾ വാർത്തയായി ഈ നിലയിലൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നത്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ഇവരുടെ അക്കൗണ്ടിൽ ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇവർ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നടന്ന് ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളുടെ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ സമാനമായ നിലയിൽ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇവർക്ക് ആര് സുരക്ഷയൊരുക്കി? ഒരു ഇന്ത്യൻ പൗര അവിടെ എത്തുന്നു, അവർക്ക് ഈ നിലയിലൊക്കെയുള്ള സഹായം ലഭിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള പാളിച്ച അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് ട്രാപ്പ് ചെയ്യാൻ ആർക്കും എപ്പോ വേണമെങ്കിലും ആരെയും ട്രാപ്പ് ചെയ്യാമല്ലോ. അപ്പോൾ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നു അതിന്റെ ഒരു കൗണ്ടർ ഇന്റലിജൻസ് പറയും. അതിന് നമ്മൾ പിടിക്കുന്നതാണ് നമ്മുടെ മികവ്. കാരണം അവർ ഒരു കാലത്തും പിടിച്ചില്ലെങ്കിൽ അതാണ് ഒരു പരാജയം. ഞാനത് കാണുകയായിരുന്നു. അതായത് അമേരിക്കയിൽ അവരുടെ ഒരു പണ്ടത്തെ ഒരു FBI പോലത്തെ ഒരു സംഘടനയിൽ അവരൊരു ആളെ നിയോഗിച്ചു. അതായത് KGB, നമ്മുടെ ഉള്ളിൽ KGBയുടെ ഏജൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരാളെ നിയോഗിച്ചു. പിന്നീട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ്, 10-30 വർഷം കഴിഞ്ഞിട്ടാണ് ഈ നിയോഗിച്ച ആള് തന്നെയായിരുന്നു ആക്ച്വലി KGBയുടെ ഏജന്റ്. അപ്പൊ ഇതൊക്കെ സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണ്, അവർ കുറെ വീഡിയോസ് എടുത്തു. ഞാൻ മനസ്സിലാക്കി അവരുടെ ലാപ്ടോപ്പ് അത് ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷെ അതിൽ നിന്നുള്ള ഡാറ്റയൊക്കെ നമുക്ക് കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ധാരാളം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അവരെ നമ്മൾ പിടിച്ചു, അവരുടെ കൂടെ ഉള്ള ആളുകളെ നമ്മൾ പിടിച്ചു. എങ്ങനെയാണ് പിടിക്കുന്നത്? ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് അവിടുത്തെ പാകിസ്ഥാന്റെ കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാന്റെ ആർമി ചീഫും അവരുടെ ആർമി കമാൻഡേഴ്സ് തമ്മിൽ ചൈനയിൽ നിന്ന് കുറഞ്ഞ കോളുകൾ പോലും നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പർവേസ് മുഷറഫ്
പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പർവേസ് മുഷറഫിനെ അവിടുത്തെ ഭീകരവാദികൾ വധിക്കും എന്ന് ഭാരതമാണ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലുള്ള ഏജൻസീസ്, റോ ആയാലും ശരി, മറ്റ് ഏജൻസീസ് ആയാലും നമ്മളെ കാപ്പബിലിറ്റീസ് ഉണ്ട്. അത് ടെക്നോളജിക്കൽ ആയാലും ശരി, ഹ്യൂമൻ ആയാലും ശരി, മറ്റു രീതിയിലുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇതുപോലെ കോംപ്രമൈസ് ആയാണെങ്കിൽ അവരെ നമുക്ക് കണ്ടുപിടിക്കാനും ഇൻഫർമേഷൻ. നമ്മൾ ഇവിടിപ്പോൾ മറ്റേ സേജൽ കപൂർ അതൊരു ഫേക്ക് മീഡിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയ ആളുകളുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല, വളരെ പരസ്യമായാണ് പാകിസ്ഥാന്റെ തെരുവിൽ AK-47 തോക്കേന്തിയവരുടെ സംരക്ഷണയിൽ അത് പാക് പോലീസിന്റെ അംഗങ്ങൾ തന്നെ, സേനാംഗങ്ങൾ തന്നെയാണ് എന്നാണ് കരുതുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണയിൽ നിൽക്കുകയാണ്. അന്ന് അതേ ദിവസം തന്നെ മറ്റൊരു യൂട്യൂബർ ഇത് പകർത്തുന്നുമുണ്ട്. അപ്പോൾ അത്ര പരസ്യമായി നടന്ന സംഭവങ്ങളായതുകൊണ്ടാണ് സംശയം, നമുക്കത് മുൻകൂട്ടി അറിയുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ മനസ്സിലാക്കുക ഈ പാകിസ്ഥാന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ അവരവിടെ ചെല്ലുമ്പോൾ അവർ ഈ ഹോസ്പിറ്റാലിറ്റി, അതായത് അവർ വലിയ രീതിയിലുള്ള ഒരു മെഹമാൻ നവാസി എന്നാണ് അത് ഹിന്ദിയിൽ പറയുന്നത്. അവർ ആ രീതിയിൽ ആളുകളെ ഇംപ്രസ് ചെയ്യാൻ നോക്കും. അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെടുത്ത് തന്നെ കാണുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെയും വളരെ ആദരവത്തോടെയും ഉറുദുവിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള സംഭാഷണമായിരിക്കും അവർ ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ആളുകളെല്ലാം വിചാരിക്കും ഇവർ എത്ര നല്ല മനോഹരമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു തോന്നൽ വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. അവിടെ ഈ ഇന്ത്യൻ വ്ളോഗറിന് അവര് ഒരു ലിമിറ്റിന് കവിഞ്ഞുള്ള ഒരു പ്രാധാന്യം കൊടുത്തുള്ളതെന്ന് സത്യം തന്നെയാണ്. കാരണം അവരൊരു അസറ്റ് ആയിട്ടാണ് എടുത്തിരുന്നത്. അവരെ ഉപയോഗിച്ചിട്ടുണ്ട് രീതിയിൽ തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഇപ്പൊ ഇതുപോലുള്ള ഒരു ലേഡി അവര് പാകിസ്ഥാൻ തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവർക്കൊരു പ്രോബ്ലം ഉണ്ട്. അതായത് അവിടുത്തെ ആളുകൾ അവിടെ എപ്പോഴാണ് എങ്ങനെയാണ് ബോംബ് പൊട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. ഓരോ ദിവസം ഓൺ ആവറേജ് 7 പേരാണ് അവർ ഭീകരവാദത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ മരിക്കുന്നത് എല്ലാ ദിവസവും. അങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. പ്ലസ് അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർ എന്തോ VIP ആണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫീൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ നമ്മളൊരു ഫെയിലിയർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഇന്റലിജൻസ് ഫെയിലിയർ ആയിട്ടോ ഒന്നും കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു ശൈലിയാണ്. അവർ ധാരാളം പൈസ, മറ്റു സ്വാധീനങ്ങൾ, അവര് ഏതൊക്കെ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റും അതൊക്കെ ചെയ്യും. അത് മുൻപ് ചെയ്തിട്ടുണ്ട്, ഇനിയും അവർ കണ്ടിന്യൂ തന്നെ ചെയ്യും. നേരത്തെ അത് ഹണി ട്രാപ്പിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടുവെങ്കിൽ ഇപ്പോൾ അത് പണത്തിന്റെയും മറ്റ് പല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അത്രമേൽ ദുരൂഹതകൾ ഉണ്ട്. നമ്മൾ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ പാകിസ്ഥാനോട് ഈ നിലയിലുള്ള സമീപനമായിരുന്നു സ്വീകരിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സൂചിപ്പിച്ചിരുന്നു എങ്കിൽ ഭീകരവാദത്തെ ഇതിനു മുൻപ് തന്നെ നമുക്ക് തടയിടാൻ കഴിയുമായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ സൂചിപ്പിക്കുന്ന കാര്യം 47-ൽ ആദ്യ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ തിരിച്ചടി നൽകിയിരുന്നെങ്കിൽ ഈ സാഹചര്യങ്ങൾ ഇത്രയധികം വർഷമായി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല, അത് പഹൽഗാം വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ പാക് അധീന കശ്മീരിന്റെ കാര്യത്തിൽ പോലും പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ഏതൊരു ഏറ്റുമുട്ടലിന് ശേഷവും ഇന്ത്യ നിലപാടുകൾ മയപ്പെടുത്തിയിട്ടുണ്ട്, അയവ് ചെയ്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിട്ടുവീഴ്ചകൾ പാകിസ്ഥാന് വളമായി മാറിയിട്ടുണ്ടോ? അതാണോ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവനയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ചരിത്രപരമായി നോക്കിയാൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ശരിയാണ്. കാരണം ഇന്ത്യ ആദ്യകാലങ്ങളിൽ എടുത്തിരുന്നത് പൂർണ്ണമായും ഒരു ഐഡിയലിസ്റ്റ് മെത്തേഡാണ്. അതായത് നമ്മളൊരു ആദർശാധിഷ്ഠിതമായ ഒരു രാഷ്ട്രമാണ് എന്നുള്ള രീതിയാണ് നമ്മൾ. അത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതി കൊണ്ട് അദ്ദേഹം പണ്ടേ ശീലിച്ചിരുന്ന ഒരു തത്വസംഹിതയിലാണ് അദ്ദേഹം പോയിരുന്നത്. അതുകൊണ്ടാണ് ചൈനയുമായിട്ട് നമ്മൾ പഞ്ചശീല തത്വത്തിൽ ഏർപ്പെടുകയും പാകിസ്ഥാനുമായിട്ട് നമ്മൾ സ്നേഹത്തോട് പോകണം എന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്തത്. ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ 47-ൽ ആക്രമിച്ചപ്പോൾ VK കൃഷ്ണമേനോനും പട്ടേലും എല്ലാം പറഞ്ഞതാണ്, നമ്മൾ ഈ പ്രശ്നം UN-ൽ കൊണ്ടുപോയി ഇടരുത്. അവിടെ നമുക്ക് ഈ UK-യും USA-യും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. അവർ നമുക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയെ വിഭജിച്ചത് UK അല്ലേ. ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വെട്ടിക്കേറിയിട്ടാണ് അവർ പോയത്. ഗാന്ധിജി അതിനാണ് ഈ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ പട്ടിണി കിടന്ന് ഉപവാസം അനുഷ്ഠിച്ച് കരഞ്ഞ് കേണപേക്ഷിച്ചത്, നിങ്ങൾ അങ്ങോട്ട് പോകരുതേ എന്ന് പറഞ്ഞു. ജിന്നയോടും അതുപോലെ അതിനു മുമ്പ് ജിന്നയോടും നെഹ്റുവിനോടും പരസ്പരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇതൊന്നും കേൾക്കാതെയാണ് അന്ന് നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ പിന്നെയും നെഹ്റുവിൻ്റെ പോളിസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പോകണം. അപ്പോൾ നമ്മൾ എല്ലാ അയൽക്കാരുമായിട്ട് സ്നേഹം, അതാണ് അദ്ദേഹത്തിൻ്റെ തത്വത്തിലുണ്ടായിരുന്നത്. അതിനാണ് പഞ്ചശീല തത്വം ഉൾപ്പെടെയുള്ള. ആദ്യം പഞ്ചശീല തത്വം പൊളിഞ്ഞുപോയി.
പാകിസ്ഥാൻ്റെ അറ്റാക്ക് 47 വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥലം പോയി, നമ്മുടെ POK പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രശ്നത്തിനെയും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം നമുക്കന്ന് ആർമി വളരെ ദുർബലമായിരുന്നു. ആ ദുർബലമായ ആർമിയെ നമുക്ക് 6 മാസം കൊണ്ട് ശക്തിപ്പെടുത്താമെന്ന് വി കെ കൃഷ്ണമേനോൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പട്ടേൽ പറഞ്ഞതാണ്, നമുക്കൊരു നല്ല ആർമി ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, 6 മാസം കൊണ്ട് ഉണ്ടാക്കി നമുക്ക് തിരിച്ചടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, നമുക്ക് UN പോയി, UN നമുക്ക് സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ട് സംസാരിച്ച് നമുക്കിതൊരു ധാരണയിലെത്തി നമ്മുടെ ഭാഗം തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ ഒരു വൈതരണിയായിട്ട് ഹിതപരിശോധന എന്ന് പറഞ്ഞ ഒരു സംഗതിയും കൂടെ വന്നുപെട്ടു. അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ വീണ്ടും ഹിതപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതിനുശേഷം പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തിയിരുന്നത് മൊത്തം ഇന്ത്യക്ക് 71 വാറിൽ എന്താ സംഭവിച്ചത്? നമുക്ക് ഇന്ത്യ പിടിച്ചടക്കിയ ഭൂമി, ആ ഭൂമി മുഴുവൻ, അതിനു മുമ്പായിട്ട് ചൈനീസ് വാർ ഞാൻ പറയാം. ചൈന എന്താണ് 62-ൽ ചൈന പഞ്ചശീലത്വം എല്ലാവരും ദൂരെ കളഞ്ഞിട്ട് അവർ ദലൈലാമയെ നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ ഷെയ്ഖ് ഹസീനയെ കൊണ്ടുവന്ന പോലെ നമ്മൾ ദലൈലാമയ്ക്ക് അഭയം കൊടുത്തു. അവർ അവിടെ ലഡാക്ക് ആക്രമിച്ച അവരുടെ നോർത്തേൺ ബോർഡറിൽ ആക്രമിച്ചപ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ അഭയം കൊടുത്തു കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് അദ്ദേഹത്തിന് ഇവിടെ സംരക്ഷണം കൊടുക്കുകയാണിത്. ആ സംരക്ഷണത്തിൻ്റെ ഫലമായിട്ട് ചൈന നമ്മളെ ആക്രമിക്കാൻ വന്നു. അന്ന് ചൈനയുമായിട്ട് നമ്മൾ പഞ്ചശീല തത്വമൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പോൾ അതിർത്തി പ്രശ്നമായി. അതിർത്തി പറഞ്ഞപ്പോൾ മക്മോഹൻ ലൈൻ ഉണ്ടല്ലോ, മക്മോഹൻ ലൈനിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധ വിശ്വാസവും ഇല്ല. കാരണം അത് സായിപ്പ് ഉണ്ടാക്കിയ ലൈനാണ്. ഇന്ത്യയും ചൈനയും തമ്മിലൊരു ബോർഡർ ഉണ്ടാക്കിയാലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ, അല്ലാത്ത ഒരു ബോർഡർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കയറി ലഡാക്കിൽ കയറി നമ്മുടെ 3800ഓളം കിലോമീറ്റർ ഭാഗം എടുത്തുകൊണ്ട് പോയി. അവരവിടെ വെച്ച് നിർത്തിയത് നന്നായി, ഇല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ വേണമെങ്കിലും എടുക്കുമായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ അവസ്ഥ. മാവോ സെത്തുങ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഇവിടെ ഒരു 10 ലക്ഷം പേരെ തോക്കും കൊടുത്ത് ഇങ്ങോട്ട് വിടാനെന്ന് പറഞ്ഞു. അതോടെ നെഹ്റു തകർന്നു പോയി. അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പം അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ പിന്നീടുണ്ടായത് 71-ലാണ്. 71-ൽ നമ്മളെന്താ ചെയ്തേ? എത്ര സോൾജേഴ്സിനെ നമ്മൾ കുരുതി കൊടുത്തുകൊണ്ട് നമ്മൾ ലാഹോർ വരെ കയറി ആക്രമിച്ച് പിടിച്ചു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലേക്ക് നമ്മൾ കിഴക്കൻ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യമാക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇതുപോലെ തന്നെ സംഭവിച്ചത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്ത് നമ്മൾ വീണ്ടും വിട്ടുകൊടുക്കുക ചെയ്ത്. ഈ പിടിച്ച POK പോലും നമ്മൾ പിടിച്ചു വെക്കാമെന്ന് വിചാരിച്ചില്ല. ലാഹോർ പോട്ടെ അല്ലെങ്കിൽ പഞ്ചാബ് പോട്ടെ, നമുക്ക് കിട്ടിയ POK എങ്കിലും നമ്മുടെ കയ്യിലാക്കാം, കാശ്മീർ ഞങ്ങളുടേതാണ്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞെങ്കിലും അന്ന് അവർ സമ്മതിച്ചേനെ. അതിന് പോലും നമ്മൾ തയ്യാറാകാതെ നമ്മളന്ന് ഒരു സീസ് ഫയറും നമുക്ക് നമ്മുടെ കൈക്ക് തന്നെ പൂട്ടിടുന്ന വിധത്തിലുള്ള ഒരു സിംല കരാറും ഒക്കെയാണ് ഉണ്ടാക്കിയത്. നദീജല കരാറും എല്ലാം ഉണ്ടാക്കി നമ്മൾ സ്വയം ത്യാഗം ചെയ്യുന്നതായിട്ട് കാണിച്ചെങ്കിലും, പക്ഷേ ഈ ത്യാഗമൊന്നും മറ്റവർക്ക് പ്രശ്നമല്ല. അവർ ഒന്നാന്തരം ടെററിസ്റ്റുകളായിട്ടാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചിരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ 71 വാറും കൂടെ കഴിഞ്ഞപ്പോൾ അവർ പോളിസി മാറ്റി 1000 കട്ട്സിലേക്ക് വന്നു. ഓരോ മുറിവും നമുക്കിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ടെററിസ്റ്റ് രീതിയിലേക്ക് വന്നു. അപ്പോൾ ടെററിസം നമുക്ക് സഹിക്കാൻ വയ്യാതായി. കഴിഞ്ഞ 30 വർഷമായിട്ട് ടെററിസം ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് എന്ന് മുറിവുകൾ ആണ് ഉണ്ടായിരുന്നത്. ഇതിന് ആദ്യമായിട്ട് അത് ജസ്വന്ത് സിംഗ് എന്ന വാജ്പേയിയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഈ കോൺഗ്രസിൻ്റെ പീരീഡിൽ പൊതുവെ നടന്നത് ഐഡിയോളജിപരമായിട്ടുള്ള ഒരു രീതിയാണ്. ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് റിയലിസ്റ്റിക് മെത്തേഡാണ്. റിയലിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി എന്നുള്ള രീതിയാണ്. ആ മെത്തേഡ് വന്നപ്പോൾ പാകിസ്ഥാൻ ഇപ്പം വരണ്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ പഴയ എന്നതാണ് പറയുന്നത്. പ്രധാനമന്ത്രിയും നൽകുന്ന സന്ദേശം അതാണ്. പക്ഷേ ശ്രീ PM നാരായണൻ, ഇവിടെ നോക്കൂ, ഇന്ത്യ അന്നെടുത്ത നിലപാടുകൾ തെറ്റായി പോയി എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിന്റെ കാര്യം തന്നെ എടുത്താൽ, നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് എത്തി എന്ന് കരുതുന്ന ഇടത്താണ് ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത്. അത് ഒരു പക്ഷേ ഒരു പിൻവലിയലായി ഒക്കെ സാധാരണ മനുഷ്യർക്ക് പോലും തോന്നിയിരുന്നു എന്ന് വേണം കരുതാൻ. ഒരു എസ്കലേഷൻ ജനങ്ങൾ പോലും ആഗ്രഹിച്ചോ എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ നമ്മൾ അവിടെ വിട്ടുവീഴ്ചയ്ക്കാണ് തയ്യാറായത്. ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ ഇപ്പോൾ 4ാം സാമ്പത്തിക ശക്തിയാണ്. പാകിസ്ഥാൻ എവിടെയെന്ന് ജനങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ പിന്നോട്ട് വലിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ പഹൽഗാമിന്റെ കാര്യത്തിലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത്
നമ്മൾ എന്താണോ സ്വീകരിച്ചു വന്ന നിലപാടുകൾ അതിന്റെ തുടർച്ചയല്ലേ? അതല്ലാണ്ട് വലിയൊരു ഷിഫ്റ്റ് മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോൾ വരുമ്പോൾ താങ്കൾ കാണുന്നുണ്ടോ? നിലപാടിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഒന്നാമത് വ്യക്തമായിട്ടുള്ളത് ന്യൂ നോർമൽ എന്നത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഏതൊരു അക്രമത്തെയും ഒരു ആക്ട് ഓഫ് വാറായി പരിഗണിച്ച് അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഷിഫ്റ്റ് ആണത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ പാകിസ്ഥാന്റെ കേസിൽ നമുക്കുള്ള ഏറ്റവും വലിയ വിഷമം, പാകിസ്ഥാൻ എന്നത് ഒരു ജനാധിപത്യ രാജ്യമല്ല, ഇന്ത്യ എന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ വ്യത്യാസത്തിനെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഈ റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കുറച്ചു കാലമായിട്ട് പാകിസ്ഥാനായിട്ടുള്ള റിലേഷനിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ഫീൽ ഗുഡ് റിലേഷൻസ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനായിട്ട്. അതായത് ചർച്ചകൾ നടത്താം, അല്ലെങ്കിൽ ലാഹോറിലേക്ക് ബസ് യാത്ര പോവാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഞാൻ നേരത്തെ ഒരു ഫീൽ ഗുഡ് റിലേഷൻ ആയിരുന്നു നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് നടക്കില്ല പാകിസ്ഥാനുമായിട്ടെന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ മാറിയത്. ഇപ്പൊ നേരത്തെ ചോദിച്ചപ്പിച്ച പോലെ ശരിയാണ്, നമ്മൾ ഇത്രയും അഡ്വാൻസ് ആയിട്ട് യുദ്ധത്തിലേക്ക് എത്തി നിർത്തുന്നത് നമ്മൾ എന്തുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു നടന്നു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചിലപ്പോൾ ഒരു 10-30 വർഷത്തിന് ശേഷം ചോദിച്ചുകൂടായില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളുടെ ആർമിയുടെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ചില ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ അറ്റാക്ക് എന്നത് ടെററിസ്റ്റോട് മാത്രമാണ്, പാകിസ്ഥാൻ ജനതയോടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയോടോ സിവിലിയൻ ഗവൺമെന്റിനോടോ അല്ല, ടെററിസ്റ്റിനെ മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നതുകൊണ്ടും. ഞാൻ പറയുന്നില്ല ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പം നിന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്റെ അഭിപ്രായം ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നില്ല. പ്രത്യേകിച്ചും ചൈനയും പിന്നെ തുർക്കിയും എല്ലാം പോലുള്ള രാജ്യങ്ങൾ വളരെ കൃത്യമായി അസന്നിഗ്ധമായി പാകിസ്ഥാനോടൊപ്പം നിന്നപ്പോൾ ഇന്ത്യക്കൊപ്പം ഒരു രാജ്യം പോലും അസന്നിഗ്ധമായി നിന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇസ്രായേൽ ഒഴിച്ച്. അത് വേറൊരു ചർച്ചയാണ്. പക്ഷെ ഈ ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ട്രാറ്റജിക് അസറ്റ് ആയിട്ട് ടെററിസ്റ്റ് കാണുന്ന രാജ്യങ്ങൾക്ക് ഒരു പരിധിയുമില്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറാനും അവരുടെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഒരു ഗൃഹാതുര ബന്ധമുണ്ട് പാകിസ്ഥാനുമായിട്ട്. ഒരു 10-40 കൊല്ലമായിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സഹായിച്ച ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും ആ ഒരു നോസ്റ്റാൾജിക് റിലേഷൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഇപ്പോഴും പാകിസ്ഥാന് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളുടെ സ്ട്രാറ്റജിയെ റിഫൈൻ ചെയ്യാനും. അത് തന്നെയാണ് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ നയതന്ത്ര വിഭാഗവും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ അഭിപ്രായം. ഇന്ത്യ വളരെ കൃത്യമായിരുന്നു. നമ്മളുടെ അറ്റാക്ക് എന്നത് ടെററിസ്റ്റോടാണ്. ടെററിസത്തെ നമ്മൾ 11-9 ക്യാമ്പുകൾ നമ്മൾ അടിച്ചു ഒതുക്കി. അത് അവിടെ നിർത്താമായിരുന്നു പാകിസ്ഥാന് വേണമെങ്കിൽ. പാകിസ്ഥാൻ നിർത്തിയില്ല. അതുകൊണ്ടാണ് വീണ്ടും തിരിച്ചടി ഉണ്ടായത്. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നമ്മളതിന് നിർത്താം എന്ന ഒരു പ്രതികരണം വന്നതോടെ ഇന്ത്യയും നിർത്തുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള, വളരെ കാലിബ്രേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, കേണൽ ഡിന്നി, ഇവിടെ ഇപ്പോൾ ഏതൊക്കെ അവസരങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവുമായി ഇന്ത്യക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് വിജയം കൈവരിക്കാനായിട്ടുണ്ട്. പക്ഷേ ഈ വിട്ടുപോകൽ അല്ലെങ്കിൽ പിന്നീടെടുക്കുന്ന നിലപാടുകൾ സൈന്യത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരെ പോലും പിന്നോട്ട് വലിക്കുമോ എന്ന തരത്തിലൊക്കെ ചില അഭിപ്രായങ്ങളെങ്കിലും ഉയർന്നിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു സൈനിക ജയം, അതിന് പിന്നാലെ എടുക്കുന്ന ഈ നോർമലൈസേഷൻ എന്നത് നൽകുന്ന സന്ദേശം അതൊരു തെറ്റായ സന്ദേശമാണോ? പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്രയധികം ഭീകരപ്രവർത്തനമായാലും മറ്റു തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകളായാലും ഇന്ത്യക്ക് വേണ്ടി വന്നതിന് അതൊരു പ്രധാന കാരണമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ മാഡം, ഒരു കാര്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ക്ലിയർ ആക്കണം. ഈ സൈന്യം എന്നുള്ളത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു അസറ്റ് അല്ല, യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മൾ ഫൈറ്റ് ചെയ്യും. പക്ഷെ ഏതൊരു രാജ്യത്തിന്റെയും സൈന്യം അത് യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഗ്യാരണ്ടിയാണ് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം എത്രമാത്രം ശക്തിശാലിയായിട്ടുള്ള നിങ്ങളുടെ സൈന്യമുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് യുദ്ധത്തിലേക്ക് പോകാനുള്ള ചാൻസ് കുറഞ്ഞു വരും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം നമ്മളെ കാപ്പബിലിറ്റി ഉണ്ടോ അത്രയും നമുക്ക് ഈ ഒരു യുദ്ധത്തിലേക്ക് പോകത്തില്ല. ഒന്ന്. രണ്ടാമതായിട്ട് പബ്ലിക് ഒപ്പീനിയന്റെ ബേസിലല്ല നമ്മുടെ രാജ്യത്തിന്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ലക്ഷ്യം വളരെ ക്ലിയർ ആയിരുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക.
രണ്ടാമത്, ഒരു കാരണവശാലും ഇത് യുദ്ധത്തിലേക്ക് പോകരുത് നമ്മുടെ ആവശ്യമായിരുന്നു. കാരണം എന്താണ്, പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഭാരതത്തെ സംബന്ധിച്ചുള്ള ഇന്ന് നമ്മൾ 4ാമത്തെ ഏറ്റവും വലിയൊരു എക്കോണമിയായി മാറുന്നു. ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. ധാരാളം ആളുകൾ ഇപ്പോഴും പാവപ്പെട്ട ആ ഒരു രീതിയിലുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അങ്ങനെ ധാരാളം ഡെവലപ്മെന്റ് ഓറിയന്റഡ് ഉള്ള ഫോക്കസ് ആണ് ഭാരതത്തിനുണ്ട്. അവിടെ ഒരു യുദ്ധത്തിന് ഒരു സ്കോപ്പും ഇല്ല. യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും 10-20 വർഷം ബാക്കിലോട്ട് പോകും. അപ്പൊ യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ നോൺ എസ്കലേറ്ററി എന്ന് നമ്മൾ ഓരോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. അതിനകത്ത് ഒരു രീതിയിലുള്ള തെറ്റിദ്ധാരണ ഒരിതില്ല. പബ്ലിക് ഒപ്പീനിയൻ പലതും വരും. പബ്ലിക് ഒപ്പീനിയൻ ഒരു രാത്രി കൊണ്ട് മാറും. പക്ഷെ ഒരു രാത്രി കൊണ്ട് മാറുന്നല്ല രാഷ്ട്രീയ ഇച്ഛാശക്തിയും മിലിറ്ററി പ്ലാൻസ്. പബ്ലിക് ഒപ്പീനിയന്റെ പേരിൽ ഓരോ നമ്മൾ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളത്. 1962 യുദ്ധം, 1962 യുദ്ധം ഇതേപോലെ പബ്ലിക് ഒപ്പീനിയന്റെ പേരിൽ എടുത്തിട്ടാണ് നമ്മൾ ഫോർവേഡ് പോളിസി എന്നുള്ള രീതിയിലേക്ക് പോയി ഒരു തെറ്റായ പോളിസിയിൽ നമ്മൾ ഒരു മിലിറ്ററി സ്ട്രാറ്റജിയിലേക്ക് മാറി നമുക്കൊരു തിരിച്ചടി ഉണ്ടായത്. അന്ന് നമുക്ക് വേണമെങ്കിൽ യുദ്ധം അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഒരു ഞാൻ നേരത്തെ പറഞ്ഞു, യുദ്ധം അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. പക്ഷെ നമ്മളിലേക്ക് അത് അടിച്ചേൽപ്പിക്കുകയാണ്, പിന്നെ ഫൈറ്റ് ചെയ്യണം. അതാണ് ഭാരത സൈന്യം എപ്പോഴും ചെയ്യുന്നത്. ഒരു യുദ്ധവും നമ്മളായിട്ട് പോയി തുടങ്ങുന്നതല്ല. നമ്മളായിട്ട് തുടങ്ങാതെ നമ്മളെടുത്ത് അടിച്ചേൽപ്പിച്ച് നമ്മൾ പിന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പം യുദ്ധത്തിലേക്ക് പിന്മാറിയത് കൊണ്ട് സൈന്യത്തിനെ സംബന്ധിച്ചുള്ള അങ്ങനെയല്ല. നമ്മളെ എന്താന്ന് വെച്ചാൽ എന്ത് ഒബ്ജക്റ്റീവ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, ആ ഒബ്ജക്റ്റീവിനെ നേടുക, തിരിച്ചു വരിക. കാരണം നമ്മളെ ഭാരതത്തിന്റെ സൈന്യം എപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ അണ്ടറിലാണ്. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, പാർലമെന്റ് ആണ് നമ്മളെ ഏറ്റവും വലിയ, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളെ ഏറ്റവും വലിയ ഇത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന ലീഡേഴ്സ്, അവരുടെ എന്താണോ വിഷൻ, അവരുടെ എന്താണോ എയിം, അതിന്റെ ബേസിസിലാണ് ആർമി ഫംഗ്ഷൻ ചെയ്യുന്നത്. അല്ലാതെ ആർമിക്കായിട്ടുള്ള രീതിയിലേക്ക് പോയി ചെയ്യുന്നുള്ള ഒരു രീതിയിലുള്ളത് ഒരിക്കലും ഭാരതം ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഭാരത സൈന്യത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു, അഫ്കോഴ്സ് ഏതൊരു സൈന്യത്തെ എന്താണ് ആവശ്യിക്കുന്നത്, ഞങ്ങൾക്ക് ഇനിയും അടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വേണം. അല്ല അയ്യോ ഞങ്ങളെ ഇനി തള്ളി വിടല്ലേ എന്ന് ഒരു സൈന്യം പറയുന്നത്, അതാണ് എനിക്ക് കൂടുതൽ വറി ചെയ്യുന്നത്. ഇപ്പൊ സൈന്യം പറയാണ് ഞങ്ങൾക്ക് ഇനിയും ചെയ്യാന്ന് പറയുകയാണെങ്കിൽ അത് നല്ല സൈന്യമാണ്. പക്ഷെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പറയാനില്ല, ഇതാണ് നമ്മുടെ എയിം. അവരെങ്ങനെയാണ് ആ എയിമിലേക്ക് എത്തുന്നത്? ഈ മിലിറ്ററി ലീഡർഷിപ്പും മിലിറ്ററീസായിട്ടൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ആ ഒരു എയിമിലേക്ക് വരുന്നത്. അല്ലാതെ അവരും ഒരു എന്താ പറയുക, ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല. നമ്മളെല്ലാവരും, നമ്മൾ എത്ര എക്കോണമി എത്ര ഉണ്ട്, നമ്മളെ ഡിപ്ലോമാറ്റ്സ് എന്താണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ ശക്തികളുണ്ട്, ഇതെല്ലാം കൂടെ ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. ഒരു ഫുൾ സ്കെയിൽ വാറിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ലായിരുന്നു, നഷ്ടം മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ ചുറ്റുപാടും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻലെസ് വാറാണ്, അതായത് ഒരിക്കലും തീരാത്ത യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് റഷ്യ യുക്രൈൻ ആയാലും ശരി, അറബ് ഇസ്രായേൽ, ഹമാസ് ഇസ്രായേൽ ആയാലും ശരി, അതുപോലുള്ള ഒരു വാർ അല്ല. കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു, അത് നേടുക തന്നെ ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വലിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട്. മൂന്നാമത് വലിയ സാമ്പത്തിക ശക്തിയാവുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അതിൽ 4ാമത് വലിയ സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ നേട്ടം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ ജനങ്ങളോട് സംസാരിക്കുന്നത്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ പാകിസ്ഥാനിലെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയാണ്, നിങ്ങൾക്കിതുവരെ ടെററിസം എന്ത് നൽകി എന്ന ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ്. ടെററിസത്തിനെതിരായ നടപടി ഇന്ത്യ എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങളോടാണ് ഇന്ത്യ സാമ്പത്തികമായി 4ാം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു, നിങ്ങൾ എവിടെയെന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക സ്ട്രാറ്റജി ആണോ? ജനങ്ങളോട് അവിടെ ഓപ്പൺ ബിസിനസ് എന്നാണ് ജയശങ്കർ ടെററിസം എങ്ങനെയാണ് പാകിസ്ഥാനിൽ വർക്ക് ചെയ്യുന്നത് എന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. അപ്പോൾ അത്രയും ഓപ്പണായി ടെററിസം അതിനെ പോറ്റി പരിപോഷിപ്പിച്ച് നടത്തുന്ന ആളുകൾ, ജനങ്ങൾ അത് കാണുന്നു. അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നു എന്നത് അവിടെ ആഭ്യന്തര വികാരം ഇപ്പോൾ തന്നെയുണ്ട്. അത് കൂടുതൽ ഉണർത്തുക, ജനങ്ങളെ ബോധവൽക്കരിക്കുക, ജനങ്ങളെ ഭരണകൂടത്തിന് അല്ലെങ്കിൽ തെറ്റായ വഴിക്ക് പോകുന്നവർക്കെതിരാക്കുക എന്ന ഒരു സ്ട്രാറ്റജി ഇന്ത്യ ശക്തിപ്പെടുത്തുന്നതിൻ്റെ സൂചനയാണ്. വളരെ സത്യമാണത്. കാരണം പാകിസ്ഥാൻ ജനത ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യൻ ആർമിയും ഇന്ത്യ ഗവൺമെൻറ്റും അവിടുത്തെ സിവിലിയനെ അറ്റാക്ക് ചെയ്തില്ല എന്നുള്ളത് അവർ വളരെ നന്ദിപൂർവ്വമാണ് പരിഗണിക്കുന്നത്. അവർക്ക് പാകിസ്ഥാനിലെ പട്ടാളത്തിൽ നിന്ന് വരെ ഭീഷണികൾ നേരിടുന്നു. പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ വരെ പലപ്പോഴും അവർക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നു. പാകിസ്ഥാൻ ഗവൺമെൻറ് അവർക്ക് ദ്രോഹം ചെയ്യുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ഒരു വാറിലായിട്ട് പോലും, ഇന്ത്യൻ ആർമി ഒരു വാറിലായിട്ട് പോലും സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല,
നമ്മുടെ ഒരു മിസൈൽ മതിയായിരുന്നു പിന്നെ മറ്റൊരു ഹമാസ് നമുക്കിവിടെ സൃഷ്ടിക്കാനായിട്ട്. പക്ഷേ നമ്മളത് ചെയ്തില്ല എന്നുള്ളത് പാക് ജനതയ്ക്ക് പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, പാകിസ്ഥാനിലെ ജനതയോട് പാകിസ്ഥാനിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറും ഇന്നേ വരെ പറയാത്ത ഒരു മെസ്സേജാണ് നമ്മുടെ പ്രധാനമന്ത്രി അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെററിസ്റ്റിനൊപ്പം നിന്നാൽ നിങ്ങൾക്ക് അധോഗതിയാണ്. ഇത് പാകിസ്ഥാനിലെ ഒരു ലീഡറിനും പറയാനുള്ള ധൈര്യമില്ല. പറഞ്ഞാൽ അവർക്ക് ബനസീർ ഭൂട്ടോയുടെ അവസ്ഥയാവും, അല്ലെങ്കിൽ സിയാഉൽ ഹക്കിൻ്റെ അവസ്ഥയാവും, അല്ലെങ്കിൽ പിന്നെ മറ്റ് പാകിസ്ഥാനിലെ ഭരണകർത്താക്കൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ജയിലല്ലെങ്കിൽ മരണം, ഈ വിധത്തിലുള്ള അവസ്ഥയാകും എന്നുള്ളത് അവിടുത്തെ ലീഡർമാർക്കറിയാം. അതുകൊണ്ട് ഒരു ലീഡറിനും, പാകിസ്ഥാനിലെ ഒരു ലീഡറിനും, പൊളിറ്റിക്കൽ ലീഡറിനും അവിടുത്തെ ജനങ്ങളോട് പറയാനുള്ള കെൽപ്പില്ല. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ ആ വാചകം അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ലീഡറിനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും പറയാൻ, ഈവൻ ഇമ്രാൻഖാൻ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഏറ്റവും വലിയ ശാപം ടെററിസമാണ്. ആ ടെററിസം അവസാനിപ്പിച്ചാലേ നമ്മുടെ ജനതയ്ക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. കാരണം രാജ്യത്തിനകത്ത് അന്തഃഛിദ്രം നടക്കുക, രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അന്തഃഛിദ്രം നമ്മൾ വ്യാപിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് വിനയാണ്. ഇപ്പോൾ ഇവിടെ കേണൽ ഡിന്നി പറഞ്ഞ പോലെ നമ്മളൊരു രാജ്യവുമായി ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് അധോഗതിയേ ഉണ്ടാവുള്ളൂ. പാകിസ്ഥാൻ 47 മുതൽ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അയൽ രാജ്യമായ ഇന്ത്യയെ ദുർബലപ്പെടുത്താനായിട്ട് അവരുടെ ഫുൾ എനർജി ഉപയോഗിക്കുകയാണ്. അത് മാത്രമല്ല, പണ്ട് പാകിസ്ഥാനിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഗവൺമെൻറ് പാകിസ്ഥാൻ ആർമിയെ നിയന്ത്രിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് ISIയുമായി ബന്ധം വന്നിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് പാകിസ്ഥാൻ ടെററിസ്റ്റുകളെയാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നേരെ പിക്ചർ തിരിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളാണ് പാകിസ്ഥാൻ ആർമിയെ നിയന്ത്രിക്കുന്നത്, പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളാണ് പാകിസ്ഥാൻ ISIയെ നിയന്ത്രിക്കുന്നത്, പാകിസ്ഥാനിലെ ടെററിസ്റ്റുകളാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് സംരക്ഷണം തന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കും ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് എന്ത് സംരക്ഷണം തന്നു. കാരണം അത് ചോദിക്കാൻ ബാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയിലെ പരമാധികാരികൾ. അതുപോലെ പാകിസ്ഥാനിൽ ചോദിക്കുകയാണ്, പാകിസ്ഥാനിലെ ജനങ്ങളല്ല ചോദിക്കുകയാണ്, പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണം തന്നോ? ഞങ്ങളുടെ 9 കേന്ദ്രങ്ങൾ, മഹാബൽപൂർ അടക്കം 9 കേന്ദ്രങ്ങൾ പിന്നെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ നിങ്ങൾ എന്ത് സംരക്ഷണമാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പാകിസ്ഥാനിലെ ജനതയേക്കാൾ ഇമ്പോർട്ടൻറ്റ് പാകിസ്ഥാനിലെ മിലിറ്റൻസിനാണ്, തീവ്രവാദികൾക്കാണ് എന്നുള്ളതിലേ അത് വ്യക്തമാകുന്നത്. ഈ മെസ്സേജ് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടുത്തെ മീഡിയ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ ഇത് പറയാതെ പറഞ്ഞും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ അവർക്ക് കുറേശ്ശെയായിട്ട് ഈ മെസ്സേജ് എത്തും. ഈ മെസ്സേജ് അവരെ ചിന്തിപ്പിക്കും എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ചിന്തിപ്പിച്ചാലും പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് ആ പാവങ്ങൾക്ക് ആ ദുർഗതിയിലാണ് അവർ നിൽക്കുന്നത്. തീർച്ചയായും ഇന്ത്യയുടെ യുദ്ധം തീവ്രവാദത്തിനെതിരെയാണ്, പാകിസ്ഥാനിലെ ജനങ്ങളോടല്ല. പക്ഷേ തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ല. ഇത് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നും നമ്മൾ കണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.